എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. 2025 സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരം നേടുവാനുള്ള സ്കന്ദഷഷ്ടി വ്രതം ആഗതമായിരിക്കുകയാണ്. 2025 ഒക്ടോബർ 22 ഉള്ള വെളുത്തപക്ഷ പ്രഥമ മുതലുള്ള 6 ദിവസകാലമാണ് സ്കന്ദഷഷ്ടി വ്രതമായിട്ട് ആചരിക്കേണ്ടത്. ഒക്ടോബർ 27 ആണ് സ്കന്ദഷഷ്ടി വരുന്നത്. അപ്പോൾ വെളുത്തപക്ഷ പ്രഥമ തുടങ്ങിയുള്ള ദിവസങ്ങളിലാണ് തുടങ്ങിയുള്ള 6 ദിവസമാണ് തുടർച്ചയായിട്ട് വ്രതമെടുത്ത് സ്കന്ദഷഷ്ടി ദിവസം അവസാനിപ്പിച്ച് സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ചാൽ 1 കൊല്ലം ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്ന ഫലം ലഭിക്കും. ഷഷ്ടിവ്രതം പോലെ മഹത്തരമായ മറ്റൊന്നില്ല. കുടുംബസൗഖ്യത്തിനും ജീവിത സൗഭാഗ്യത്തിനും മഹാഭാഗ്യത്തിനും അത്യുത്തമമാണ് ഷഷ്ടിവ്രതം. ഇതിൽ സ്കന്ദഷഷ്ടിക്കാണ് ഏറെ പ്രാധാന്യമുള്ളത്. സ്കന്ദഷഷ്ടിയുടെ തലേ ദിവസം വ്രതമെടുത്ത് സ്കന്ദഷഷ്ടി ആചരിക്കുന്നവരുമുണ്ട്. ഒരു 6 ദിവസത്തെ വ്രതമെടുക്കുമ്പോൾ വെളുത്ത വർഷത്തിലെ പ്രഥമം മുതൽ ശരീരശുദ്ധി വരുത്തിയിട്ട് കഴിവതും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യണം. അരിയാഹാരം ഒരു നേരമേ കഴിക്കാവൂ. ദിവസം മുഴുവൻ ഷൺമുഖനാമ കീർത്തനം ഭക്തിപുരസരം ചൊല്ലണം. കഴിവിനനുസരിച്ച് വഴിപാടും നടത്തണം. 6ാമത്തെ ദിവസമായ ഷഷ്ടി നാളിൽ അതിരാവിലെ ഉണർന്ന് കുളിച്ച് ശുദ്ധവസ്ത്രം ധരിച്ച് ഷൺമുഖ പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ശുദ്ധിയാക്കി, അതായത് ചാണകം മെഴുകി ശുദ്ധി വരുത്തുന്നതാണ് കൂടുതൽ ഉത്തമം. ഭഗവാന്റെ ചിത്രം വയ്ക്കണം. പുഷ്പങ്ങളും ദീപവും കർപ്പൂരവും കൊണ്ട് പൂജ ചെയ്ത് സ്കന്ദ സ്തോത്രങ്ങൾ ഭക്തിപൂർവ്വം ഉരുവിട്ട് പ്രാർത്ഥിക്കണം. സ്കന്ദഷഷ്ടി ദിവസം ഉപവാസം അനുഷ്ഠിക്കണം. ഭഗവാന്റെ പ്രസാദമായ വെള്ള നിവേദ്യം ഒരു നേരം കഴിക്കുകയും ചെയ്യാം. ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ സുബ്രഹ്മണ്യ സഹസ്രനാമ ജപമൊക്കെ പതിവായിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പങ്കെടുക്കുന്നത് കൂടുതൽ ഉത്തമമാണ്. വിപുലമായ പൂജയൊന്നും വീട്ടിൽ ചെയ്യുന്നവരാണെങ്കിൽ ആവശ്യമില്ല. എന്നാലും യഥാവിധി കഴിവിനനുസരിച്ച് പൂജ ചെയ്താൽ മതിയാകും. ശുദ്ധമായ മനസ്സോടെയും ഏകാഗ്രതയോടും കൂടി വേണം പ്രാർത്ഥിക്കാൻ എന്നുള്ളതാണ് പ്രധാനം. വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഉച്ചയ്ക്ക് പച്ചരി വേവിച്ചിട്ട് ഉള്ളിയൊന്നും ചേർക്കാതെയുള്ള ചമ്മന്തിയോടുകൂടിയൊക്കെ കഴിക്കാവുന്നതാണ്. ഈ ഒരു വ്രതം എടുക്കുന്നതിലൂടെ നമ്മളെ ബാധിച്ചിരിക്കുന്ന എന്തെങ്കിലും ബാധകളൊക്കെ ഉണ്ടെങ്കിൽ അത് അകലും എന്നറിയണം. പിന്നെ തീരാവ്യാധികൾക്കും ദുഃഖങ്ങൾക്കുമൊക്കെ ഒരു മരുന്ന് തന്നെയാണ് ഈ സ്കന്ദഷഷ്ടി വ്രതം എടുക്കുന്നത്. ഭർതൃദുഃഖവും പുത്രദുഃഖവും ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം. സത്സന്താന ലബ്ധിക്കും ഇഷ്ടഭർതൃ സംയോഗത്തിനുമൊക്കെ ഈ സ്കന്ദഷഷ്ടി വ്രതം എടുക്കാവുന്നതുമാണ്. ഈ ഭക്തി എന്ന് പറയുന്നത് പാപത്തിൻ്റെ വഴി നശിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പരമോന്നത സിദ്ധികളുടെ കവാടമാണ് വ്രതം എടുക്കുക എന്നത്. ഈശ്വര സാക്ഷാത്കാരത്തിൽ ലയിക്കുക എന്നതാണ് സ്കന്ദഷഷ്ടി അനുഷ്ഠിക്കുന്ന മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. പരമാത്മാവിൽ ലയിക്കുമ്പോൾ നാം പരമോന്നതനായി തീരുന്നു. ഭഗവാൻ പ്രാർത്ഥിക്കുന്നവരെ കൈവിടാതെ സകല ഐശ്വര്യങ്ങളും നൽകുകയും ചെയ്യും. ഈ പ്രണവ മന്ത്രത്തിൻ്റെ അർത്ഥം ഭഗവാൻ സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനോട് ചോദിച്ചു. അപ്പോൾ ബ്രഹ്മാവ് നൽകിയ ഉത്തരത്തിൽ തൃപ്തനാവാതെ അദ്ദേഹം ബ്രഹ്മാവിനെ ബന്ധനസ്ഥനാക്കാൻ തീരുമാനിച്ചു. ഭഗവാൻ ശിവൻ അരുളി ചെയ്യുന്നതനുസരിച്ച് ബ്രഹ്മാവിനെ വിട്ടയച്ചെങ്കിലും ബന്ധനസ്ഥനാക്കി അപമാനിച്ചതിൽ സുബ്രഹ്മണ്യന് വിഷമമായി. പാപപരിഹാരമായി അദ്ദേഹം ഒരു സർപ്പരൂപം ധരിച്ച് പുറ്റിനുള്ളിൽ തപസ്സാരംഭിച്ചു. മകൻ്റെ തിരോധാനത്തിൽ ദുഃഖിതയായ പാർവതീദേവി ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ശുക്ലഷഷ്ടി വ്രതമെടുത്ത് സുബ്രഹ്മണ്യനെ പാപവിമുക്തനാക്കുകയാണ് ചെയ്തത്. അന്നു മുതൽ ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നവരുടെ സന്താനങ്ങൾക്ക് എല്ലാ ഐശ്വര്യം കൈവരുമെന്ന് ഭഗവാൻ അരുളി ചെയ്തു. ഇതാണ് സ്കന്ദഷഷ്ടിയുടെ മഹാത്മ്യമായിട്ട് പറയുന്നത്. പിന്നെ ധാരാളം ഐതിഹ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. സപ്തമഹർഷികളിൽ ശ്രേഷ്ഠനാകാൻ നാരദ മഹർഷിക്ക് ഒരാഗ്രഹം തോന്നുകയും അതിന് പ്രകാരം ഗണപതിയുടെ ഉപദേശം തേടുകയും ചെയ്തു. അപ്പോൾ സ്കന്ദഷഷ്ടി വ്രത അനുഷ്ഠാനത്തിൽ കൂടി കാർത്തികേയനെ പ്രീതിപ്പെടുത്തുവാനാണ് ഗണപതി നാരദനെ ഉപദേശിക്കുന്നത്. നാരദമുനി ഷൺമുഖനെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും സ്കന്ദദേവൻ്റെ മഹാത്മ്യങ്ങൾ ആലപിക്കുകയും ഇങ്ങനെ ഇഷ്ടകാര്യസിദ്ധി ലഭിച്ച നാരദനും ശ്രേഷ്ഠനായി തീർന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി അഗസ്ത്യ മഹർഷിയുമായിട്ട് ബന്ധപ്പെട്ടും ഒരു ഐതിഹ്യ കഥയുണ്ട്.
അഗസ്ത്യനും സ്കന്ദപൂജയിലൂടെ കുമാരനെ പ്രീതിപ്പെടുത്തിയാണ് പ്രണവമന്ത്ര മാഹാത്മ്യം ഗ്രഹിച്ചത്. അങ്ങനെ സർവജ്ഞാനിയായി തീർന്നു എന്നുമൊക്കെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം സ്കന്ദഷഷ്ഠി അനുഷ്ഠിച്ച മുചുകുന്ദ ചക്രവർത്തിക്ക് മുന്നിൽ മധുരാരൂഢനായ സ്കന്ദസ്വാമി പരിവാര സമേതം ദർശനമരുളുകയും സർവ്വ അഭിഷ്ടപ്രസാദങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ സൂര്യോദയത്തിന് ശേഷം 6 നാഴിക ഷഷ്ടിയുള്ള ദിവസമാണ് വ്രതമെടുക്കേണ്ടതെന്നറിയണം. വെളുത്ത പക്ഷത്തിലെ പഞ്ചമി നാൾ മാത്രം ഒരു ഭക്ഷണം കഴിച്ച് സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ച് ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ വേണം. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും വിധിപ്രകാരമുള്ള ഷഷ്ടിവ്രതാനുഷ്ഠാനം ഫലപ്രദമാണ്. പിന്നെ പല രീതിയിൽ ഷഷ്ടിവ്രതം എടുക്കുന്നവരുണ്ട്. വൃശ്ചികത്തിൽ ആരംഭിച്ച് അടുത്ത തുലാമാസത്തിൽ അവസാനിക്കുന്ന വിധത്തിൽ ഒരു വർഷത്തിൽ 12 ഷഷ്ടി അനുഷ്ഠിക്കുന്നവരുണ്ട്. പിന്നെ 9 വർഷം കൊണ്ട് 108 ഷഷ്ടി അനുഷ്ഠിക്കാറുണ്ട്. പിന്നെ വർഷത്തിൽ 6 ദിവസം ഷഷ്ടിയെടുത്ത് സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യാം. ജാതകത്തിൽ ഓജരാശിസ്ഥിതനായ കുജൻ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു സ്കന്ദഷഷ്ടി വ്രതം വളരെയേറെ പ്രയോജനം ചെയ്യുമെന്നറിയുക. അപ്പോൾ കുട്ടികളുടെയൊക്കെ ബാല്യത്തിൽ തന്നെ അവർക്ക് കുജൻ എവിടെയെന്ന് മനസ്സിലാക്കണം. നമുക്കറിയാമല്ലോ, ഈ കുജദോഷം വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. ചില വിവാഹ തടസ്സങ്ങൾക്കും ഒക്കെ പ്രധാന കാരണം ചൊവ്വാദോഷം തന്നെയാണ്. അപ്പോൾ ഈ ചൊവ്വയെ പ്രീതിപ്പെടുത്തുവാൻ ഏറ്റവും നല്ല മാർഗം സുബ്രഹ്മണ്യ പ്രീതി തന്നെയാണെന്നറിയണം. അപ്പോൾ ഈ സുബ്രഹ്മണ്യ പ്രീതി എടുക്കുവാൻ ഏറ്റവും പറ്റിയ ഒരു ഉപാധി ഈ സ്കന്ദഷഷ്ടി വ്രതം എടുക്കുക തന്നെയാണ്. മക്കളുടെ ജാതകത്തിൽ ഇങ്ങനെയൊരു ദോഷമുണ്ടെന്ന് കണ്ടാൽ മാതാപിതാക്കൾക്ക് അവരുടെ ദോഷത്തിൽ നിന്നൊക്കെ ശാന്തി നേടുവാനായിട്ട് കുട്ടിയുടെ മാതാവിന് വ്രതമെടുക്കാവുന്നതാണ്. അവരവർ വ്രതമെടുത്താൽ ഏറ്റവും നന്നായിരിക്കുകയും ചെയ്യും. അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇങ്ങനെ ജാതകത്തിൽ ഓജരാശിയിൽ നിൽക്കുന്ന ഒരു ചൊവ്വയെ പ്രീതിപ്പെടുത്തുവാൻ സുബ്രഹ്മണ്യ സ്വാമിയെ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. ചൊവ്വാദോഷ ശാന്തിക്കാണ് ഇങ്ങനെ സുബ്രഹ്മണ്യ ഭജനം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഈ ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഫലപ്രദമായിരിക്കും. സ്തോത്രങ്ങളാൽ സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു ദർശിക്കുന്ന ക്ഷേത്രങ്ങളുടെ മൂർത്തി സങ്കല്പം കൂടി അറിഞ്ഞിരിക്കണം. പല രീതിയിലുള്ള സങ്കല്പങ്ങളിലുള്ള ഒരു ദർശന വിശേഷമാണുള്ളത് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ. അതായത് പളനിയിൽ അദ്ദേഹം താപസവേഷത്തിലാണ്, പളനി ആണ്ടവർ താപസവേഷത്തിലാണ്. അവിടെ ഇഷ്ടവരസിദ്ധിക്ക് ഏറ്റവും ഉചിതം തന്നെയാണ് അവിടുത്തെ ദർശനം. രാജാതിരാജനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ദർശനം, വൈകുന്നേരങ്ങളിലുള്ള ആ ഒരു ദർശനം ദുഃഖങ്ങളിൽ നിന്നും മോചനം നൽകുവാൻ പ്രാപ്തി തരുന്നതാണ്. കൂടാതെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ടത് തന്നെയാണ് ഈ ഒരു ദർശനം. എന്നാൽ വിവാഹം പോലെയുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ ദർശിക്കേണ്ടത് തിരുച്ചെന്തൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിലെ കല്യാണമുരുകനെയാണ്. അവിടെ ആ കല്യാണമുരുക അവിടെ അഭിഷേകം നടത്തി ദർശനമൊക്കെ നടത്തുകയാണെങ്കിൽ ഇഷ്ടവരപ്രാപ്തിയും മംഗല്യസിദ്ധിയുമൊക്കെ ഉണ്ടാവും. കൂടുതലും ചൊവ്വ 7ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട അവർക്കാണ് ഇങ്ങനെയുള്ള ദർശനം കൊണ്ട് ഗുണമുണ്ടാവുക. അതുപോലെ അഷ്ടമത്തിൽ ചൊവ്വ കാരണം വിവാഹം മുടങ്ങി വിവാഹ താമസം ഉണ്ടാവുന്നവർക്കുമൊക്കെ ഇങ്ങനെ ഈ ഒരു കല്യാണമുരുകനെ ദർശിക്കുന്നത് വഴി ഏറ്റവും ഗുണഫലം ഉണ്ടാകുമെന്നറിയണം. അതുപോലെ കൊല്ലം ജില്ലയിലെ ഉൾമേനല്ലൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ബാലമുരുകനാണുള്ളത്. ബാലമുരുകൻ അവിടുത്തെ ഒരു വിശേഷം എന്നത് ഉണ്ണി ഗണപതിയുമായിട്ട് കളിക്കുന്ന ഒരു സങ്കല്പമാണ്. അതിനാൽ തന്നെ ഇവിടെ ആനവാൽപ്പിടി എന്നൊരു ശ്രേഷ്ഠമായ ആചാരം ഉത്സവത്തോടനുബന്ധിച്ച് അശ്വതി നാളിൽ നടത്തപ്പെടുന്നു. അത് കേരളത്തിൽ ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രം അപൂർവമായിട്ട് കാണപ്പെടുന്ന ആ ഒരു ആനവാൽപ്പിടി വളരെ രസകരമായി തന്നെ ഇവിടെ ഒരു ആഘോഷമായി തന്നെ ഭക്തജനങ്ങൾ ആഘോഷിക്കുന്നു. ആ ബാലമുരുകനെ ദർശിക്കുന്നത് വഴി ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യം. അതിനാൽ തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനത്തിനും വഴിപാടുകൾക്കും സ്കന്ദഷഷ്ടി വ്രതത്തിനുമൊക്കെ വളരെ പ്രാധാന്യമാണുള്ളത്. എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നന്ദി, നമസ്കാരം.